അങ്ങനെ ഒടുവിൽ ആ ദിവസം വന്ന് വേറൊന്നല്ല എന്റെ ലീവാണ്. പോരാത്തതിന് ഇന്ന് ഈ വർഷത്തെ ലാസ്റ്റത്തെ ദിവസം ലീവൊക്കെ കിട്ടിയിട്ട് എന്താപ്പ ചെയ്യാന്ന് വിചാരിച്ചു നിൽക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ ഷോപ്പത്തെ ചെക്കന്മാരെ വിളിച്ചിട്ട് അങ്ങോട്ട് ചെല്ലാം. പിന്നെ നമ്മളെ കട്ടുമെന്ന് എണീച്ച ഒരു കുളിം പാസ്സാക്കി നമ്മളെ റൂമിൽ നിന്നാട്ട് ഇറങ്ങി. പിന്നെ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ പോയ ഇടയ്ക്കാന്ന് ഫുഡ് കഴിക്കാനാണ്. പള്ളയിലേക്കൊന്നും കയറ്റിയില്ലെങ്കിൽ നമ്മള് വീണ് പോകുന്നുണ്ട്. നമ്മളെ താഴത്തുള്ള റെസ്റ്റോറന്റിൽ നിന്ന് കുറച്ച് ചോറും കഴിച്ച് ഇറങ്ങുമ്പോഴത്തേനും 3 മണി. പിന്നെ അവിടുന്ന് ഇറങ്ങി നമ്മളെ ബസ് സ്റ്റോപ്പിലേക്ക് വിട്ടു. അവിടെ എത്തിയ പാടെ നമുക്കൊരു ബസ്സും ഇവിടെ നിന്നാണ് കുറച്ചോളം നമ്മളെ ആദ്യത്തെ സ്ഥലത്ത്. പിന്നെ നമ്മളെ സ്ഥലത്ത് ഇറങ്ങി നമ്മള് നീട്ടിയാട്ട് നടന്നു നമ്മളെ ആദ്യത്തെ റൂമിലേക്ക്. പിന്നെ നമ്മളെ റൂമിലെത്തി നോക്കിയപ്പോഴോ ഇവിടെ എല്ലാരും ഒരുങ്ങുന്ന തിരക്കി. നമ്മൾ ആദ്യം പറഞ്ഞ് സെറ്റാക്കിയതിനെ കൊണ്ട് അധികം നമ്മള് കാത്തിക്കേണ്ട അവസ്ഥ വന്നി. പിന്നെ നമ്മളെ സൈഡിലേക്ക് നോക്കിയപ്പോഴാണ് നമ്മൾ ആദ്യത്തെ ബെഡ് കാണും. ഇവിടെ ഒന്നായിട്ട് കളർഫുൾ ആക്കിക്കണ ഒരു വേറെ ആരും അല്ല നമ്മളെ സിനാൻ തന്നെ. പിന്നെ എല്ലെണ്ണത്തിന് ആട്ടി പുറത്തേക്ക് നമ്മളെ റൂമിൽ നിന്ന് ആട്ടി ഇറങ്ങി. ഇനിയിപ്പോ നമ്മൾ എവിടേക്കാ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളെ സിനാൻ പറഞ്ഞ ഇവിടെ അടുത്തൊരു പാലം, അതിന്റെ മുകളിൽ നോക്കി ആടുന്ന് ബുർജ് ഖലീഫ കാണാം. പിന്നെ നമ്മളെ പാലത്തിലേക്ക് നീട്ടിയാട്ട് നടക്കും. അതിന്റെ അടുക്കാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു വ്യൂ കാണും. നല്ല രസമുണ്ടായി. അവസാനം നടന്ന് നമ്മളെ പാലത്തിന്റെ അവിടെ എത്തിക്കണം. ഇവിടുന്നാണെങ്കിൽ എപ്പോഴേ തുടങ്ങി വീഡിയോ എടുക്കാനേ. പിന്നെ പറഞ്ഞ് വീഡിയോ എടുക്കല്ല, സൂമിംഗ് ലെവല് സെറ്റ് ആക്കാം, എന്നാലേ ഉള്ളൂ രാത്രി ഇവിടുന്ന് മര്യാദ സൂം ചെയ്തിട്ട് ബുർജ് ഖലീഫ കാണാൻ കഴിയൂ. പിന്നെ കുറച്ചാട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ സ്വിച്ച് ഇട്ടാ മതി രാത്രി. പിന്നെ പാലത്തിന്റെ താഴത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു സീറ്റ് കാണും. കുറെ നേരമായി നടന്ന് കളിക്കണം. ഇനി കുറച്ചേരം കുത്തിർന്നില്ലേ, എനിക്ക് നാളെ പണിയെടുക്കാൻ കാലൊക്കെ വേദനയായി തുടങ്ങി. പിന്നെ എല്ലാരും കുത്തിർന്നിട്ട് അവിടുന്ന് ഇവിടുന്ന് വിടാൻ തുടങ്ങി. എന്തെല്ലൊക്കെ പറയുന്നുണ്ട്. അതിന്റെ അടുക്കാണ് ഇവന്റെ അടുത്തേക്ക് ഈ പൂച്ച. പിന്നെ അതിന്റെ മുകളിലായി കളി. അങ്ങനെ അതിനെയും കുറെ നേരം കളിപ്പിച്ചു. അതൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇവിടെ നമ്മളെ ടൈമും ആവാനായി. നമ്മള് നേരത്തെ കണ്ട പാലാണ്. ഇവിടെ പാളത്തട്ടിട്ട് നടക്കാൻ എല്ലാരും അതാ ബുർജ് ഖലീഫയെ നോക്കി നിൽക്കും. പിന്നെ നമ്മളെ ടൈം ആണെങ്കിലോ 11:59. കണ്ണെടുക്കാണ്ട് ആടെയും നോക്കി നിന്നു. ആ 1 മിനിറ്റും കൂടി കഴിഞ്ഞപ്പോ ഇതേനും ഇവിടുത്തെ അവസ്ഥ. ഒന്നായിട്ട് നെൽച്ചാക്കറ കറങ്ങുന്ന മാതിരി നമ്മളെ ബുർജ് ഖലീഫ. ഇവിടെ മാത്രല്ല വേറെ എവിടേക്കോ ഇങ്ങനെ പൊട്ടുന്നു. ഇതും നോക്കി നിൽക്കുമ്പോഴാണ് ഇവിടുത്തെ കുറച്ച് ടീം ന്യൂ ഇയറിന് കല്യാണ പോലെയുള്ള പാട്ട് വെച്ച് എന്ന് പറഞ്ഞാല് ഓല പരിപാടി ഓല് കളറാക്കി. നമ്മളത് അത്ര കളറായി. അതൊക്കെ നമ്മളെ നാട്ടിന്നേ നടക്കും. പിന്നെ അതും കണ്ടു നിൽക്കുമ്പോഴാണ് ഡ്യൂട്ടിക്ക് പോകുന്നതിനെ കൊണ്ട് നമ്മൾ പോവാണ്. അപ്പോ ഹാപ്പി ന്യൂ ഇയർ.